എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. സംസ്ഥാന സർക്കാരിൻ്റെ തൂഫാൻ ലഹരിമുക്ത കേരളം പദ്ധതിക്ക് പിന്തുണയേകി ദീപിക ദിനപത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദീപിക കിക്ക് ഔട്ട് തൂഫാൻ ലഹരിമുക്ത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലക്കോട് സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്തു. ഉപഹാരങ്ങളും വിതരണം ചെയ്തു. ദീപിക കണ്ണൂർ റെസിഡന്റ് മാനേജർ ഫാദർ വിപിൻ വെമ്മേനിക്കട്ടയിൽ, ദീപിക ഫ്രണ്ട്സ് ക്ലബ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ആലക്കോട് ഫെറോന വികാരി ഫാദർ ആന്റണി പുന്നൂർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ബോബി, രാഷ്ട്രദീപിക ലിമിറ്റഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജോർജ് തയ്യിൽ, ആലക്കോട് സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ റോസ്മേരി എന്നിവർ പ്രസംഗിച്ചു. സിസ്റ്റർ തോമസേന, രാജീവ് ജോർജ്, KM ഹരിദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. കേരളം അഭിമുഖീകരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിപത്തിനെതിരായി അത് പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും മാത്രം വിചാരിച്ചതല്ല, കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി അതിനെ ഏറ്റെടുക്കുമ്പോഴാണ് ഈ ലഹരിക്കെതിരായിട്ടുള്ള ഫലപ്രദമായ പ്രതിരോധം നമുക്ക് തീർക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ ക്യാമ്പയിനെ കേരള സമൂഹം, പൊതുസമൂഹം ഇതിനോടകം തന്നെ ഏറ്റെടുത്തു എന്നുള്ളതിൽ നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. ആ പദ്ധതി വിവിധ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ പദ്ധതി വിജയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഈ ഓപ്പറേഷൻ തൂഫാൻ അത് ദീപികയും ഈ സ്കൂളും ഒക്കെ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഈ ലഹരിയുടെ വ്യാപനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആദിത്യ M. ജയകുമാർ, അലീന ഷിജോ, സെബാസ്റ്റ്യൻ, അഞ്ജന ഷൈജു, ഗ്രീഷ്മ NG, ദേവപ്രിയ NR, ദേവഗംഗ NR. മുന്നോട്ട് പോകാം. ഇത്രയും പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കാൻ സന്നദ്ധമായ ആലക്കോട് സ്കൂളിനെയും അതുപോലെ തന്നെ ദീപികയും ഒക്കെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ ഞാനും തൊട്ടടുത്ത് ഉദയഗിരി താബോർ പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് 10ാം ക്ലാസ് പഠനത്തിലേക്ക് ശേഷം തുടർ പഠനത്തിൽ കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോയി. പിന്നെ അവിടെ എറണാകുളത്തിൻ്റെ ആദ്യ ദിനപത്രം കർഷക ജനതയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ദീപികയുടെ ആദരം പ്രിൻസിപ്പാൾ സിസ്റ്റർ റോസ്മേരി CJ നിർവഹിക്കും. നമുക്കെത്തിയെല്ലാം മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം. ഈ ബാങ്ക് ഉപഭോക്താക്കൾക്ക് നല്ല സഹകരണം, നല്ല സേവനം, കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഭവന വായ്പ, ബസ്, കാർ, 2 വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ.
മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ